താങ്കൾക്ക്? ആലപ്പുഴയിൽ എന്താണ് ഈ പോലീസിന്റെ മോട്ടിവേഷൻ റാഷിദ്? ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ അവൻ ഇറങ്ങി തല തല്ലി പൊളിച്ചില്ലേ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ളവർ തല തല്ലി പൊളിക്കുക. എന്നിട്ട് ആ തല തല്ലി പൊളിച്ചതിന്റെ മുമ്പിലിരുന്ന് അത് കണ്ടു രസിച്ച് കൈകൊട്ടി ചിരിച്ച മുഖ്യമന്ത്രിയാണെന്ന് ഈ പോലീസിന്റെ മോട്ടിവേഷൻ. ശരി, ഈ ചർച്ചയിൽ വരാത്ത CPM പ്രതിനിധികളും സൈബർ വെട്ടികളെ കൂട്ടമൊക്കെ പറയുന്നില്ലേ ഞങ്ങളുടെ പോലീസ്, ഏത് പിണറായി വിജയന്റെ പോലീസ്, ആ പോലീസ് ഈ വിഷയത്തിൽ ആ വിഷയമുണ്ടായതിന്റെ പിറ്റേന്ന് ആക്ഷൻ എടുത്തത്രേ. എന്താ ആക്ഷൻ? ഈ ഫാൻ കറങ്ങാത്ത ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് നല്ല AC ഉള്ള സെൻട്രലൈസ്ഡ് AC ഉള്ള പോലീസ് സ്റ്റേഷനിലേക്ക് SHO മാറ്റി കൊടുത്തു. അതാണോ ഇവരുടെ ആക്ഷൻ? പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തേക്ക് നടന്നു പോകേണ്ട ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇതാ വണ്ടി മുറ്റത്തെത്തുന്ന ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ മാറ്റി. ഇന്നും തൃശൂർ സിറ്റിക്കുള്ളിൽ തന്നെ ഇവർ നിൽക്കുകയാണ്, ഇവർ നിലകൊള്ളുകയാണ്. ഒരാൾ സർവീസിൽ നിന്ന് മാറിപ്പോയി. വിഷയം വന്ന ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ പോലീസുകാർ അങ്ങനെ പാർട്ടി നോക്കാതെയും തല്ലുന്നുണ്ട്. ഇത് അങ്ങനെ ഒരു പൊതുവായ പ്രശ്നമായി കാണാതെ നിങ്ങൾ ഇതിന്റെ ഇടയിലൂടെ ഒരു അവസരം രാഷ്ട്രീയമായി എടുക്കുകയാണോ വസന്ത് സിറിയക്ക്? ഒരിക്കലുമല്ല ശ്രീ റാഷിദ്. അതുകൊണ്ടാണ് 2023 ഓഗസ്റ്റ് മാസം 11-ാം തീയതി പോലീസ് അട്രോസിറ്റിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ അങ്ങീ പറയുന്ന ഈ പട്ടാളക്കാരന്റെ അവസ്ഥയുണ്ടല്ലോ, അയാളുടെ വിവാഹം മുടങ്ങി, അയാളുടെ അനിയന് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, കാര്യം കൈതല്ലി ഒടിച്ചു ഈ വൃത്തികെട്ടവന്മാർ. പാരിപ്പള്ളിയിൽ ഒരു മത്സ്യത്തൊഴിലാളിയുടെ അവർ ഈ റോഡ് സൈഡിൽ മത്സ്യക്കച്ചവടം ചെയ്യുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ, അവരുടെ മത്സ്യക്കൂട്ട തട്ടിത്തെറിപ്പിച്ചിട്ടാണ് പോയത്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ലെന്ന് തിരുവനന്തപുരത്ത് ഒരു ദളിത് യുവതി അവർക്കെതിരെ ഒരു പരാതി കൊടുക്കുന്നു. വീട്ടുജോലിക്ക് പോയപ്പോൾ ആ ഏത് വീട്ടിലാണോ ജോലിക്ക് പോയത് അവിടുത്തെ മാല നഷ്ടപ്പെട്ടു എന്ന് അന്വേഷിക്കാതെ ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് അവരെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചിഴച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയ കാഴ്ച നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഡസൻ കണക്കിന് കേസ് ഈ കൊള്ളരുതാത്ത പോലീസിന് നേരെ ഉണ്ട്. പക്ഷെ അപ്പൊ അങ്ങ് ചോദിക്കും ഞങ്ങൾ അതിന്റെ ഇടയിൽ കൂടി രാഷ്ട്രീയം പറയുകയാണോ? ഇതിൽ രാഷ്ട്രീയമുണ്ട് റാഷിദ്. ആരാണ് ഈ സേനയുടെ തലവൻ? ആരുടെ കയ്യിലാണ് ഈ കൊടിച്ചിപ്പട്ടികളുടെ ചങ്ങലയിരിക്കുന്നത്? ആരുടെ കയ്യിലാണ് ഈ വേട്ടപ്പട്ടികളുടെ നിയന്ത്രണം ഇരിക്കുന്നത്? അത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കയ്യിലല്ലേ? ആ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി സഖാവ്